കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാത്തതിന് പിന്നാലെ നിയമപരമായി മുന്നോട്ടു പോകാൻ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. ചട്ടങ്ങൾ പാലിക്കാത്ത വിസിക്ക് സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ലെന്ന നിലപാടിലാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. സർവകലാശാല നിയമപ്രകാരം സിൻഡിക്കേറ്റ് യോഗം ചേരേണ്ട അവസാന തീയതി 2 ദിവസം മുന്നേ അവസാനിച്ചിരുന്നു. അഷിൻ ഡിയാഗോ ചേരുന്നു. അഷിൻ, ഈ സർവകലാശാലയുടെ മുന്നോട്ട് പോക്കുമായി ബന്ധപ്പെട്ടൊക്കെ ഈ സിൻഡിക്കേറ്റ് യോഗം പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ VC ഒരിക്കലും അയയുന്നില്ല എന്ന് കണ്ടുകൊണ്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ അടുത്ത നീക്കം എന്താണ്? റോഷ്നി, തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇനി നിയമപരമായി തന്നെ VCയെ നേരിടാൻ ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. സാധാരണ യൂണിവേഴ്സിറ്റി നിയമപ്രകാരം 2 മാസത്തിലൊരിക്കൽ സിൻഡിക്കേറ്റ് യോഗം ചേരണം എന്നുള്ളതാണ്. അതായത് 60 ദിവസം കൂടുമ്പോൾ സിൻഡിക്കേറ്റ് യോഗം ചേർന്നിരിക്കണം എന്നുള്ളതാണ് സർവകലാശാല ചട്ടങ്ങളിൽ പറയുന്നത്. പക്ഷേ VC ഇതുവരെയായിട്ടും സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ മുമ്പ് കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ VC യോഗം വിളിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് പിന്നീട് ഈ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ VC മോഹൻ കുന്നുമ്മൽ തയ്യാറായത് എന്നുള്ളതാണ്. അന്ന് 59-ാം ദിവസം ആണ് ഇത്തരത്തിൽ യോഗം ചേർന്നിരുന്നെങ്കിൽ, പക്ഷേ ഇന്ന് ഈ സമയം കഴിഞ്ഞിട്ടും, അതായത് 62 ദിവസമായിട്ടും യോഗം ചേരാൻ അല്ലെങ്കിൽ ഈ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ ഇതുവരെ VC തയ്യാറായിട്ടില്ല എന്നുള്ളത് ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിക്കാനാണ് ഇപ്പോൾ ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇത് നഗ്നമായ കോടതി ലക്ഷ്യമാണ് ഈ VC നടത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയെ ഇപ്പോൾ അറിയിക്കാനാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ കോൺഗ്രസിന്റെ സിൻഡിക്കേറ്റ് അംഗങ്ങളും സമാന ആരോപണവുമായി തന്നെ രംഗത്തുണ്ട്. VCക്ക് ജ്ഞാനസഭയിലടക്കം പങ്കെടുക്കാൻ സമയമുണ്ട്, പക്ഷേ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്താൻ സമയമില്ല എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് കോൺഗ്രസ് സിൻഡിക്കേറ്റ് അംഗങ്ങളും മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ സിൻഡിക്കേറ്റ് യോഗങ്ങൾ നടക്കാത്തത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ, വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തർക്കത്തിൽ ബലിയാടാകുന്നത് അല്ലെങ്കിൽ ഇരയാകുന്നത് വിദ്യാർത്ഥികളാണ്, അവരുടെ ഭാവിയാണ് എന്നുള്ളത് കൂടി ഓർക്കേണ്ടതുണ്ട്. റോഷ്നി, അതാണ് സർവകലാശാലയുടെ മുന്നോട്ട് പോക്കിനെ തന്നെ ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.